ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നത്. നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള പുളിരസമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. പുളിരസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം പിന്നീട് വേണ്ടത് തക്കാളിയാണ്. ഒരിടത്തരം നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുളിയാണ്. പുളിയെല്ലാം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചട്ടി വെച്ച് കടുവൊക്കെ വറുത്ത് ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഓക്കെ, കടുവെല്ലാം പൊട്ടി നമ്മൾ വറ്റമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ളത് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇത്രയുമാണ് ക്രഷ് ചെയ്ത് വെച്ചത്. നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റണം. ആ എണ്ണയിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് വരണ്ട് വന്നതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാവൂ. ഞാനിവിടെ ഉപ്പ് ഇടുന്നത് തക്കാളി ഇടുന്നതിന് മുൻപായിട്ടാണ്. അതുവരെ എണ്ണയിൽ അത് കിടന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കിടന്നത് നന്നായി വഴണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഇട്ട് അതിനോടൊപ്പം തന്നെ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി കുറച്ച് നേരം ഒന്ന് അടച്ചൊക്കെ വെക്കാം. ഓക്കെ, നമ്മളിവിടെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ മൂപ്പ് ഇവിടെ ആയി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് എന്തിടണം, തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തക്കാളിയാണ് ഇടുന്നത്. ഒരു 2 തക്കാളി എടുത്ത് 1.5 തക്കാളി ഞാനിവിടെ ഇതിലിട്ടിട്ടുണ്ട്. ബാക്കി തക്കാളി നമുക്ക് ലാസ്റ്റിലിട്ടാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ വരണ്ട് വരണം. നമുക്ക് കുറേ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം കുറച്ച് നേരം ഇന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് ഇതിൽ ചേർക്കാനുണ്ടെന്ന് പറയുന്നത് കുരുമുളകാണ്. ഞാനിവിടെ മുളക് പൊടി ഇടുന്നില്ല, കുരുമുളകാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ഇടാം. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതിനോടൊപ്പമാണ് കുരുമുളക് ഇടുന്നത്. പിന്നീട് നമുക്ക് എരി വേണ്ട, അത് നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഇതായതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഇടാനുള്ളത് കായപ്പൊടിയാണ്. അപ്പോൾ ഞാൻ സാധാരണ കല്ല് കായമാണ് ഞാൻ ഇടുന്നത്. ഇന്നത് തീർന്നു പോയി, അതുകൊണ്ട് പൊടിക്കായമാണ്. അപ്പോൾ ആവശ്യത്തിന് പൊടിക്കായവും നമുക്കിടാം. കല്ലുകായ ഇടുമ്പോൾ നല്ലൊരു മണമാണ്. ഇതിന് മണമില്ല എന്നല്ല, ഉണ്ട്, പക്ഷേ അതിനാണ് കുറച്ചും കൂടെ ഒരു മണവും രുചിയൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അത് തീർന്നു പോയത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഏകദേശം നല്ല ജാം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ആദ്യത്തെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് അതൊന്ന് വെന്ത് കുറുകി വരണം. അത് നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് വെള്ളമെല്ലാം ഒഴിക്കാം. വെള്ളം തിളച്ച് വന്നതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം വെള്ളം മതി എന്നുള്ള ഒരു അളവിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു 1/2 തക്കാളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇപ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്കതിന് മല്ലിയിലയിട്ട് കറിവേപ്പിലയിട്ട് ആ ബാക്കി വരുന്ന തക്കാളിയും കൂടെ ഈ സമയത്ത് മുറിച്ചിടാം. അപ്പോൾ ഈ തക്കാളി നമ്മളിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഇത് ഏകദേശം തക്കാളി ഇട്ട്, അപ്പോൾ ഈ സമയത്ത് നമ്മളിടുമ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ ആ ആവിയിൽ ഈ ചൂടിൽ ആ തക്കാളി വെന്ത് നല്ല സ്വാദായിരിക്കും. നമുക്ക് ചോറിലൊക്കെ എടുത്ത് ഒഴിക്കുമ്പോൾ തക്കാളി ഞവടി കഴിക്കാനൊക്കെ ഇത് കറക്റ്റാണ്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.